ഷിക്കാഗോ നഗരത്തിലൂടെ ഒരു ഡബിൾ ഡെക്കർ ബസ്സിന് മുകളിലിരുന്നുള്ള സഞ്ചാരം ഞാൻ തുടരുകയാണ്. ഇന്നലെ വൈകിട്ടാണ് ഞാൻ ഈ നഗരത്തിൽ എത്തിച്ചേർന്നത്. ഇന്ന് ഉച്ചകഴിഞ്ഞ നേരമായപ്പോഴേക്കും ഈ നഗരത്തിന്റെ ഏകദേശമായ ഒരു രൂപഘടന മനസ്സിലായി കഴിഞ്ഞിരിക്കുന്നു. ഷിക്കാഗോയുടെ വിഭിന്നമായ ഭാവങ്ങൾ ഈ യാത്രയിൽ കാണാം. താഴെ ഷിക്കാഗോ നദി ഒഴുകുന്നു. അതിന് കുറുകെയുള്ള പാലം കടന്നു. ഡബിൾ ഡെക്കർ പാലമാണ്. പാലം കടന്നതോടെ ഷിക്കാഗോ നദിക്ക് സമാന്തരമായുള്ള ഒരു പാതയിലൂടെയായി യാത്ര. അപ്പർ വാക്കർ ഡ്രൈവ് എന്നാണ് ഈ പാത അറിയപ്പെടുന്നത്. സിയേഴ്സ് ടവറിന് മുകളിൽ നിന്ന് കണ്ടപ്പോൾ ചെറിയൊരു കനാല് പോലെ തോന്നിയെങ്കിലും വീതിയുള്ള ഒരു നദി തന്നെയാണ് ഷിക്കാഗോ. നദിക്കപ്പുറം വലതുവശത്ത് ഷെറാട്ടൺ ഗ്രാൻഡ് ഹോട്ടൽ, അതിനുമപ്പുറം നിരവധിയായ അമ്പരച്ചുംബികൾ. 50-100 മീറ്റർ ഇടവിട്ട് ഷിക്കാഗോ നദിക്കു കുറുകെ പാലങ്ങളുണ്ട്. നഗരത്തിലൂടെ നേർരേഖ പോലെ നീണ്ടുകിടക്കുന്ന സ്ട്രീറ്റുകളെ ബന്ധിപ്പിക്കുന്ന പാലങ്ങൾ. പാലങ്ങളുടെ രണ്ടു ഭാഗത്തും സുന്ദരമായ എടുപ്പുകളും മണ്ഡപങ്ങളും ഗോപുരങ്ങളും പണിതുവച്ചിരിക്കുന്നു. ചില ഗോപുരങ്ങളിൽ ഷിക്കാഗോയുടെ ചരിത്രം വിവരിക്കുന്ന വലിയ ശില്പങ്ങൾ. ആഠ്യത്വത്തിന്റെയും പ്രൗഢിയുടെയും ചിഹ്നങ്ങളാണ് ഈ നഗരത്തിലെവിടെയും കാണാനാകുന്നത്. ഷിക്കാഗോ നദിയെ ഒരിക്കൽ കൂടി ക്രോസ് ചെയ്യുന്നു. നദിയിൽ ക്രൂസ് ബോട്ടുകൾ, വൃക്ഷരാജി മനോഹരമാക്കിയ നദീപുളിനങ്ങൾ. മിഷിഗൺ അവന്യൂവിലേക്ക് കയറി അതിന്റെ ഭാഗമായ ഡൂസാബിൾ പാലത്തിലൂടെയാണ് യാത്ര. പാലം കടന്നെത്തുന്നത് പ്രശസ്തമായ റിഗ്ലി ബിൽഡിങ്ങിന് ചുവട്ടിലേക്കാണ്. ഇവിടെ ബസ്സിനൊരു സ്റ്റോപ്പുണ്ട്. ഞാനിവിടെ ഇറങ്ങാമെന്ന് തീരുമാനിച്ചു. ബസ്സിൽ നിന്നിറങ്ങിയപ്പോൾ ഒരു കാര്യം മനസ്സിലാവുന്നു. വലിയൊരളവ് ടൂറിസ്റ്റുകൾ ഈ നഗരത്തെ നടന്നു തന്നെ കാണുന്നുണ്ട്. ഷിക്കാഗോ നദീതീരത്തെ റിവർ വാക്ക് സ്റ്റോപ്പാണിത്. ഇവിടെ ധാരാളം ആളുകൾ ബസ്സിൽ നിന്നിറങ്ങാൻ ഒരു കാരണമുണ്ട്. ഡൂസാബിൾ ബ്രിഡ്ജ് എന്ന ഈ പാലത്തിൽ നിന്ന് നോക്കിയാൽ ഷിക്കാഗോ നദിയെ അതിന്റെ വിശാലതയിൽ കാണാം. ധാരാളം ബോട്ടുകൾ നദിയുടെ ഈ ഭാഗത്തുണ്ട്. നദിയിൽ നീങ്ങുന്ന ക്രൂസ് ബോട്ടിന് മുന്നിൽ ബിക്കിനിധാരികളായ സുന്ദരികൾ. നേരത്തെ സിയേഴ്സ് ടവറിൽ നിന്നും വീതി കുറഞ്ഞ ഒരു ചെറു കനാൽ പോലെ കണ്ട നദി ഇവിടെ വിസ്തൃതമായ ഒരു ജലാശയം പോലെ കിടക്കുകയാണ്. കുടുംബസമേതം ബോട്ടിൽ ഒഴിവുദിനം ചെലവഴിക്കുന്നവരും കയാക്കിങ്ങിൽ ഏർപ്പെട്ടിരിക്കുന്നവരുമെല്ലാമുണ്ട് നദിക്കാഴ്ചയിൽ. പല നിറങ്ങളിലുള്ള തുഴവഞ്ചികൾ. പലതരം ആളുകൾ ഈ നദിയിലേക്കിറങ്ങി വിനോദിക്കുന്നതാണ് വീക്കെൻഡിലെ കാഴ്ച. അച്ഛനും അമ്മയും മകനും അടങ്ങുന്ന കുടുംബമായിരിക്കാം ഒരു ചെറുബോട്ടിൽ കടന്നു പോകുന്നത്. കൂറ്റൻ ഡബിൾ ഡെക്കർ ബോട്ടുകൾ നിറയെ ടൂറിസ്റ്റുകളുമായി നീങ്ങി വരുന്നതാണ് മറ്റൊരു കാഴ്ച. പട്ടണത്തിലൂടെ സർവീസ് നടത്തുന്ന ഡബിൾ ഡെക്കർ ബസ് പോലെ കണ്ടക്റ്റഡ് ടൂർ നടത്തുന്നവയാണ് ഈ ബോട്ടുകൾ. മുൻകൂട്ടി ടിക്കറ്റ് ബുക്ക് ചെയ്ത് ഇത്തരമൊരു ബോട്ടിൽ നഗരത്തിലെ അമ്പരച്ചുംബികളെ കണ്ടുകൊണ്ട് ഷിക്കാഗോ റിവറിലൂടെ ദീർഘമായ യാത്ര നടത്താം. 2-3 മണിക്കൂർ നീളുന്ന യാത്രകളാണിത്. പല ബോട്ടുകളും മിഷിഗൺ തടാകത്തിലൂടെ ഒന്ന് കറങ്ങിയ ശേഷമാണ് നദിയിലേക്ക് പ്രവേശിക്കുന്നത്. തടാകത്തിന്റെയും ഷിക്കാഗോ നദിയുടെയും തീരത്തെ ചരിത്രസ്ഥലങ്ങളും പ്രാധാന്യമാർന്ന കെട്ടിടങ്ങളുമെല്ലാം പരിചയപ്പെടുത്തിക്കൊണ്ടുള്ള യാത്രയാണിത്. ഷിക്കാഗോയിലെ ആഘോഷങ്ങളുടെ ഒരു പ്രധാന അരങ്ങാണ് ഈ നദിയെന്ന് പറയാം. ഞാൻ മറുകരയിലേക്ക് നടന്നു. പാലത്തിനപ്പുറം താഴെ കാണുന്നതാണ് ഇവിടുത്തെ റിവർ വാക്ക്. ക്രൂസ് ബോട്ടുകൾ പുറപ്പെടുന്ന ഇടമാണ് റിവർ വാക്ക്. ഒരു ബോട്ടിൽ കയറി ഷിക്കാഗോ റിവറിലൂടെയും മിഷിഗൺ തടാകത്തിലൂടെയും ഒരു യാത്ര നടത്തുകയാണ് ഇനി എൻ്റെ ലക്ഷ്യം. മറുകരയിലെത്തി തിരിഞ്ഞു നോക്കുമ്പോഴും നദിയും അതിൻ്റെ തീരവും 40-50 നിലകളുള്ള കെട്ടിടങ്ങളുമെല്ലാം ഒരു വിശേഷ കാഴ്ചയാവുന്നു. നദിയുടെ തീരം ഒരു ഉദ്യാനം തന്നെയാണ്. റിവർ വാക്ക് എന്ന സുന്ദരമായ നടപ്പാത. മാലിന്യലേശമില്ലാത്ത ഷിക്കാഗോ നദി. അതിൽ ചെറുവള്ളങ്ങളിൽ തുഴച്ചിലുകാർ കടന്നു പോകുന്നു. ഉല്ലാസപ്രിയരുമായി വലിയ ബോട്ടുകൾ. ഡൂസാബിൾ ബ്രിഡ്ജിന്റെ ചുവട്ടിൽ നിന്നുള്ള കാഴ്ചയാണിത്. ഡബിൾ ഡെക്കർ ബ്രിഡ്ജ്.
ബ്രിഡ്ജിന്റെ താഴെ ഭാഗത്ത് കുറേയേറെ കിയോസ്കുകളുണ്ട്. ബോട്ട് യാത്രയ്ക്കുള്ള ടിക്കറ്റ് വിൽക്കുന്ന കേന്ദ്രങ്ങളാണ്. നടവഴിയിൽ ബോട്ട് യാത്ര കഴിഞ്ഞ് മടങ്ങുന്നവരുടെ തിരക്ക്. ഇനി ഒരു 2 മണിക്കൂർ കഴിഞ്ഞേ എനിക്ക് ഒരു ബോട്ടിൽ കയറി യാത്ര ചെയ്യാനാവൂ. അതുവരെയുള്ള ടിക്കറ്റുകളെല്ലാം വിറ്റുകഴിഞ്ഞെന്നാണ് കൗണ്ടറിൽ നിന്നറിഞ്ഞത്. സീറ്റ് ഒഴിവുള്ള ഏതെങ്കിലും ബോട്ടിൽ ടിക്കറ്റ് ലഭിക്കുമോ എന്നന്വേഷിച്ച് റിവർ വാക്കിലൂടെ ഞാൻ കുറച്ചു നേരം നടന്നു. കുറേയേറെ ബോട്ടുകളുണ്ട്. അവയിൽ മിക്കതിലെയും സീറ്റുകൾ യാത്രികർ മുൻകൂട്ടി ബുക്ക് ചെയ്തു കഴിഞ്ഞു. അതിനാൽ ഞാൻ തിരികെ ഡൂസാബിൾ ബ്രിഡ്ജിന്റെ താഴത്തെ ഡെക്കിലേക്ക് കയറി. ഇതാണ് പാലം. ഇതിന് താഴത്തെ നിലയിലൂടെയും വാഹനങ്ങൾ പോകുന്നുണ്ട്. 2 നിലകളിലായി വാഹനങ്ങൾ പോകുന്നതാണ് ഷിക്കാഗോ നദിക്ക് കുറുകെയുള്ള മിക്ക പാലങ്ങളുടെയും രീതി. ഇവിടെ ഏതാണ്ട് 1 കിലോമീറ്ററിനുള്ളിൽ 8ഓളം പാലങ്ങളുണ്ട്. അവയുടെയെല്ലാം ഇരുനിലകളിലൂടെയും വാഹനങ്ങൾ കടന്നു പോകുന്നെങ്കിൽ ഈ നഗരത്തിലെ ഗതാഗത സംവിധാനങ്ങൾ എത്ര സുഗമവും കുറ്റമറ്റതുമാണെന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. മറുകരയിൽ നിന്ന് ഉടനെ പുറപ്പെടുന്ന ഒരു ബോട്ടിൽ ടിക്കറ്റ് ലഭിച്ചേക്കുമെന്ന് റിവർ വാക്കിലെ ഒരു ടിക്കറ്റ് കൗണ്ടറിൽ നിന്നും അറിഞ്ഞു. നീല നിറമാർന്ന നദി. അതിൻ്റെ കാഴ്ച തന്നെ ആഹ്ലാദദായകമാണ്. ഇത് ഷോർലൈൻ കമ്പനിയുടെ ബോട്ടാണ്. വേനൽക്കാലത്ത് ഇവർ ഈ നദിയിലൂടെ എപ്പോഴും സർവീസ് നടത്തിക്കൊണ്ടിരിക്കും. ഇതാണ് പാലത്തിന്റെ താഴെയുള്ള നിലയിൽ നിന്ന് മുകളിലേക്ക് കയറുന്നതിനുള്ള പടവുകൾ. അത് കയറി ചെല്ലുന്നത് മിഷിഗൺ അവന്യൂവിലേക്കാണ്. ഇനി മിഷിഗൺ അവന്യൂവിനെ ഒന്ന് കുറുകെ കടക്കണം. പെഡസ്ട്രിയൻ സംവിധാനങ്ങളെല്ലാം വളരെ ശാസ്ത്രീയമാണ്. പാതയോരത്ത് ഒരു മജീഷ്യൻ. ധാരാളം സ്ട്രീറ്റ് കലാകാരന്മാരെ മിഷിഗൺ അവന്യൂവിന്റെ ഓരങ്ങളിൽ കാണാം. ഇവിടെ പാതയോരങ്ങളും സൈഡ് വാക്കുകളും പണിയാനും അറ്റകുറ്റപ്പണികൾ തീർത്ത് എന്നും സുന്ദരമായി നിലനിർത്താനും പ്രത്യേക കമ്പനികൾ തന്നെയുണ്ട്. അവരുടെ ജോലി അതുമാത്രമാണ്. തികച്ചും പ്രൊഫഷണലായി അവർ അത് നിർവഹിക്കുകയും ചെയ്യുന്നു. റിഗ്ലി ബിൽഡിങ്ങിന്റെ ചുവട്ടിലേക്കാണ് ഞാൻ എത്തിയിരിക്കുന്നത്. 2 വലിയ കെട്ടിടങ്ങൾ ചേരുന്നതാണ് റിഗ്ലി ബിൽഡിംഗ്. അതിനിടയിൽ നടുമുറ്റം പോലെ ഒരു ഭാഗമുണ്ട്. മുകളിലും താഴെയുമുള്ള 2 പാലങ്ങളാണ് റിഗ്ലി കെട്ടിടങ്ങളെ ബന്ധിപ്പിക്കുന്നത്. കെട്ടിടങ്ങൾക്കിടയിലുള്ള ഭാഗം ഇതാണ്. അവിടം ചെറിയൊരു ഉദ്യാനമായി നിലനിർത്തിയിരിക്കുന്നു. നഗരം എപ്പോഴും വൃത്തിയോടെയും ഭംഗിയോടെയും നിലകൊള്ളുന്നു. റിഗ്ലി ബിൽഡിങ്ങിന്റെ മുന്നിൽ ഒരു വിവാഹ സംഘമുണ്ട്. അവരവിടെ നിന്ന് ഫോട്ടോയെടുക്കുകയും മറ്റുമാണ്. ഒടുവിൽ ഞാൻ ബോട്ട് പുറപ്പെടുന്ന സ്ഥലം കണ്ടുപിടിച്ചു. വെണ്ടല്ല എന്നൊരു കമ്പനിയുടെ ബോട്ടാണ് ഇവിടെ വരിക. ബോട്ട് പിയറിലേക്കുള്ള മനോഹരമായ ഗ്രാനൈറ്റ് പടവുകൾ. ഡൂസാബിൾ ബ്രിഡ്ജിന്റെ മുകളിലൂടെ സഞ്ചാരികളുമായി ഡബിൾ ഡക്കർ ബസ്സുകൾ കടന്നു പോകുന്നു. ആ പാലത്തിന്റെ താഴെയുള്ള നിലയിലൂടെയാണ് ഞാൻ ഇവിടേക്ക് വന്നത്. 1 നൂറ്റാണ്ട് മുൻപ് ഇരുനിലകളിലായി ഈ പാലം നിർമ്മിച്ചവരുടെ ദീർഘവീക്ഷണത്തെക്കുറിച്ചാണ് ഞാനിപ്പോൾ ചിന്തിക്കുന്നത്. ഈ തീരത്തു നിൽക്കുമ്പോൾ ഇവിടെ നദി ഏറ്റവും വിസ്തൃതമാണെന്ന് മനസ്സിലാവുന്നു. അതിലൂടെ റിവർ ക്രൂസ് നടത്തുന്ന ബോട്ടുകൾ നിരന്തരം നീങ്ങുന്നു. 100ഉം 200ഉം ആളുകളാണ് ബോട്ടിൽ നിറഞ്ഞിരിക്കുന്നത്. ഇത്തരം ഒരു ടൂറിന് $45 മിക്ക ബോട്ടുകളും ചാർജ് ഈടാക്കുന്നത്. $35 ക്രൂസുകളുമുണ്ട്. 200 പേരുമായി പോകുന്ന ഒരു ബോട്ടിന് 2 മണിക്കൂറിന്റെ ക്രൂസിലൂടെ ലഭിക്കുന്ന വരുമാനം ഏതാണ്ട് $9,000. അതായത് 5,88,000 രൂപ. ഒരു ദിവസം ഇത്തരത്തിലുള്ള 5 ക്രൂസുകളെങ്കിലും ഇവർ നടത്തുന്നു. അപ്പോൾ പ്രതിദിന വരുമാനം 25 ലക്ഷം രൂപയിലധികമായി. അതിൽ നല്ലൊരു ശതമാനം ടാക്സും മറ്റുമായി സ്റ്റേറ്റിന് ലഭിക്കുന്നു. ബോട്ട് പുറപ്പെടാനുള്ള നേരമായി. അതിനായി ലൈനപ്പ് ചെയ്യാനുള്ള നിർദ്ദേശം വന്നു. ഞങ്ങൾ ക്യൂ നിന്നപ്പോഴേക്കും ഒരു ബോട്ട് കരക്കണഞ്ഞു. ഇവിടെ ഇത്തരത്തിലുള്ള ഏതു പരിപാടിയും ആരംഭിക്കുന്നതിനു മുൻപ് എല്ലാവരും വരിയായി നിൽക്കാൻ ആവശ്യപ്പെടും. അച്ചടക്കത്തിന്റെ കൂടി ഭാഗമാണത്.
യാത്രികർ ഇറങ്ങിത്തുടങ്ങി. 200ഓളം പേരുണ്ട്. ഈ യാത്രയ്ക്കുള്ള ടിക്കറ്റിന് $38 ആയുള്ളൂ. അതിന് കാരണം ഇത് കുറച്ചു ദൂരം മാത്രമേ ഷിക്കാഗോ നദിയിലൂടെ പോകുന്നുള്ളൂ എന്നതാണ്. ബാക്കി ദൂരമത്രയും മിഷിഗൺ തടാകത്തിലൂടെയാണ് നീങ്ങുക. റാമ്പുകളിലൂടെ ഞാൻ ബോട്ടിലേക്ക് നടന്നു. നടക്കാൻ പ്രയാസമുള്ളവർക്കും വീൽ ചെയറിൽ വരുന്നവർക്കുമെല്ലാം സൗകര്യപ്രദമായ റാമ്പ്. വെണ്ടല്ലയുടെ അപ്പർ ഡെക്കിൽ നിരത്തിയിട്ട കസേരകളിലൊന്നുമല്ല ഞാൻ സ്ഥാനം പിടിച്ചത്. ബോട്ടിന്റെ ഏറ്റവും മുന്നിലേക്ക് നടന്നു. സാധാരണ യാത്രികരെ പോലെ കസേരയിൽ ഇരുന്നാൽ ചിത്രീകരണം സാധ്യമാവില്ല. ബോട്ടിന്റെ വീൽ ഹൗസിനും മുന്നിൽ പോയി നിൽക്കണം. ഷിക്കാഗോ വാട്ടർ ടാക്സി ബോട്ടുകളും നദിയിലൂടെ കടന്നു പോകുന്നുണ്ട്. വെറും $10 അതിന്റെ ടിക്കറ്റ് ചാർജ്. പക്ഷേ അതിൽ കാഴ്ചകൾ വിവരിച്ചു തരാനൊന്നും ആളുണ്ടാവില്ല. നമ്മുടെ ഒരു ലൈൻ ബസ് പോലുള്ള സംവിധാനമാണത്. നദിക്കരയിലെ പല സ്റ്റോപ്പുകളിൽ വാട്ടർ ടാക്സി അടുക്കും. വന്നിറങ്ങിയ സമയത്ത് കടവിൽ ഒരു വാട്ടർ ടാക്സി ഉണ്ടായിരുന്നില്ല എന്നതാണ് ഞാനതിൽ കയറാതിരുന്നതിന് കാരണം. 4 രാജ്യങ്ങൾ: മലേഷ്യ, തായ്ലാൻഡ്, ടാൻസാനിയ, ചൈന. അവിടുത്തെ വിശദമായ കാഴ്ചകളും അനുഭവങ്ങളുമായി ഇതാ സഞ്ചാരം 12ാം വോളിയം പെൻഡ്രൈവിൽ. സഞ്ചാരം വോളിയം നമ്പർ 12. പെൻഡ്രൈവ് വില $4000. ഫുൾ HD-യിലുള്ള ഈ അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം സ്വന്തമാക്കാൻ 99554422 എന്ന നമ്പറിലേക്ക് സഞ്ചാരം എന്ന് SMS ചെയ്യൂ. വെണ്ടല്ല ബോട്ട് യാത്ര തുടങ്ങുകയായി. ഷിക്കാഗോ നദിയിൽ ഒന്ന് വട്ടം കറങ്ങിയതോടെ ബോട്ട് കിഴക്കോട്ടാണ് നീങ്ങുക എന്ന് മനസ്സിലായി. ബോട്ടിലെ മുഴുവൻ സീറ്റുകളിലും ആളില്ല. ഏതാണ്ട് 100 പേരേയുള്ളൂ ഈ ക്രൂസിന്. വൈകുന്നേരമാകുന്നതോടെ ഇത്തരം ക്രൂസുകൾക്കുള്ള ആളുകളുടെ എണ്ണം കുറഞ്ഞുവരും. രാവിലെ 11 മണി മുതൽ വൈകിട്ട് 4 വരെയാണ് ബോട്ടുകളിൽ നല്ല തിരക്കുണ്ടാവുക. ഡൂസാബിൾ ബ്രിഡ്ജിനടിയിലൂടെ ബോട്ട് കടന്നു പോകുമ്പോൾ താഴെ വലതുവശത്ത് റിവർ വാക്ക് എന്ന നടവഴി. അതിലെയാണ് ബോട്ടിൽ കയറാനുള്ള ടിക്കറ്റ് അന്വേഷിച്ച് അല്പം മുൻപ് ഞാൻ നടന്നത്. അവിടെ നിന്നും പല ബോട്ടുകളും ഇനിയും പുറപ്പെടാനുണ്ട്. പക്ഷേ അവിടെ നിന്നാണ് യാത്രയെങ്കിൽ ഞാൻ ഇനിയും 1.5 മണിക്കൂർ കാത്തു നിൽക്കേണ്ടി വന്നേനെ. ഇക്കരെ വന്നതുകൊണ്ട് കുറഞ്ഞ നിരക്കിൽ കുറച്ചുകൂടി നേരത്തെയുള്ള ബോട്ട് പിടിക്കാനായിരിക്കുന്നു. ലാളിത്യവും സൗന്ദര്യവുമുള്ള നദീതീരം. ഇടതുവശത്ത് കാണുന്ന വലിയ കെട്ടിടത്തിലാണ് ഷിക്കാഗോയിലെ ഇന്ത്യൻ കോൺസുലേറ്റ്. ടർക്കിയുടെയും കൊറിയയുടെയും കോൺസുലേറ്റുകൾ പ്രവർത്തിക്കുന്നതും ആ കെട്ടിടത്തിൽ തന്നെ. ഷിക്കാഗോ നദിയുടെ മനോഹരവും വിശാലവുമായ ഭാഗത്തുകൂടിയാണ് ബോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ടൂറിസ്റ്റുകളെല്ലാം ഇപ്പോൾ അച്ചടക്കത്തിലാണ്. പക്ഷേ നല്ല കാഴ്ചകൾ വരുമ്പോൾ അവരെല്ലാം കസേരകളിൽ നിന്ന് എഴുന്നേറ്റ് വരുമെന്ന് എനിക്കറിയാം. ഞാനാണ് ബോട്ടിന്റെ ഏറ്റവും മുന്നിൽ നിൽക്കുന്നത്. അല്പം മുന്നോട്ടു പോയതോടെ നദീതീരത്ത് ഒരു ഫൗണ്ടൻ ദൃശ്യമാകുന്നു. നദിയുടെ ഒരു കരയിൽ നിന്ന് മറുകരയിലെത്തും വിധം വെള്ളം അതിശക്തമായി ചീറ്റുകയാണ്. സെന്റിനിയൽ ഫൗണ്ടൻ എന്നാണ് അതറിയപ്പെടുന്നത്. നിക്കോളാസ് ജെ മെലാസ് സെന്റിനിയൽ ഫൗണ്ടൻ എന്ന് മുഴുവൻ പേര്. ടൂറിസ്റ്റുകളുമായി പല ബോട്ടുകൾ കടന്നു പോകുന്നുണ്ട്. കുറച്ചുകൂടി മുന്നോട്ടു ചെന്നാൽ കൗതുകകരമായ ഒരു കാഴ്ചയുണ്ട്. ഷിക്കാഗോ റിവറും മിഷിഗൺ തടാകവുമായുള്ള കൂടിച്ചേരലാണത്. നദി സ്വാഭാവികമായി തടാകത്തിൽ ചെന്നു ചേരുകയല്ല. ആ സംഗമസ്ഥാനത്ത് 2 ലോക്കുകളുണ്ട്. മിഷിഗൺ തടാകത്തിലെ ജലനിരപ്പ് ഷിക്കാഗോ നദിയിലേതിനേക്കാൾ ഉയരത്തിലാണ്. ഏതാണ്ട് 4 അടി ഉയരത്തിൽ. നദിയിൽ നിന്നും എങ്ങനെ 4 അടി ഉയരത്തിലുള്ള തടാകത്തിലേക്ക് ബോട്ട് പ്രവേശിക്കുമെന്നതാണ് പ്രശ്നം. ആ കാഴ്ചയിലേക്ക് കൂടിയാണ് ബോട്ട് ഇപ്പോൾ നീങ്ങുന്നത്. മറ്റൊരു പാലം മുന്നിൽ കാണാം. ലേക്ക് ഷോ ഡ്രൈവിന്റെ ഭാഗമായുള്ള പാലമാണ്. ഇതും 2 നില പാലമാണ്. 100-ലേറെ വർഷം മുൻപ് പണിത ഉരുക്കുപാലത്തിന്റെ വീതിയും നിർമ്മാണത്തിലെ കൃത്യതയുമെല്ലാം അത്ഭുത കാഴ്ചയാവുന്നു.
നമ്മുടെ നാട്ടിലും പഴയ ഉരുക്കുപാലങ്ങൾ ഉണ്ടെങ്കിലും അവയൊന്നും വേണ്ട രീതിയിൽ സംരക്ഷിച്ചു നിർത്താൻ കഴിഞ്ഞിട്ടില്ല. പാലം പിന്നിടുന്നതോടെ നദിയിൽ കുറേ ബോട്ടുകൾ കാത്തുകിടക്കുന്നത് കാണാം. നദിക്കും തടാകത്തിനുമിടയിലെ ലോക്ക് തുറന്നപ്പോൾ പുറത്തേക്കിറങ്ങിയവയാണ് ഇവയെല്ലാം. ലോക്ക് തുറക്കുന്ന സമയത്ത് തടാകത്തിൽ നിന്ന് നദിയിലേക്ക് കുറേ വെള്ളം ഒഴുകിയെത്തും. ദിവസത്തിൽ ഒട്ടേറെ തവണ സംഭവിക്കുന്നതാണത്. ഇക്കാണുന്ന ചുവന്ന ബോട്ട് ഷിക്കാഗോ ഫയർ ഡിപ്പാർട്ട്മെന്റിൻ്റേതാണ്. നഗരത്തിന്റെ പ്രധാന ഭാഗങ്ങളിലൂടെയെല്ലാം ഷിക്കാഗോ നദി ഒഴുകുന്നതിനാൽ തീപിടുത്തമുണ്ടാകുന്നിടത്ത് പെട്ടെന്നെത്തിച്ചേരാൻ ഈ ബോട്ടുകൾക്കാകും. ലോക്കിന്റെ കാഴ്ചയിലേക്ക് എത്തുമ്പോഴേക്കും ടൂറിസ്റ്റുകളെല്ലാം ആകാംക്ഷാഭരിതരായി കസേരയിൽ നിന്ന് എണീറ്റു കഴിഞ്ഞു. ഷിക്കാഗോ നദിയിൽ നിന്ന് മിഷിഗൺ തടാകത്തിലേക്ക് കയറാൻ കാത്തുകിടക്കുന്നവയാണ് ഇക്കാണുന്ന ബോട്ടുകളെല്ലാം. ഞങ്ങൾ യാത്ര ചെയ്യുന്ന ക്രൂസ് ബോട്ട് ഇവിടുത്തെ സ്ഥിരം സാന്നിധ്യമായതിനാലാവാം അതു നേരെ ലോക്കിനകത്തേക്ക് ചെന്ന് കയറുന്നു. ഒന്നാമത്തെ ലോക്ക് തുറന്നിരിക്കുകയാണ്. ലോക്ക് കൺട്രോൾ സിസ്റ്റമാണ് ഇടതുവശത്ത് കാണുന്ന കെട്ടിടത്തിൽ. വലിയൊരു പ്രക്രിയയാണ് ലോക്ക് തുറന്ന് തടാകത്തിലെയും നദിയിലെയും ജലം നിയന്ത്രിച്ച് ബോട്ടുകളെയും കപ്പലുകളെയും ഇരുഭാഗത്തേക്കും കടത്തിവിടുക എന്നത്. ലോക്ക് എന്നത് ശക്തമായൊരു ചിറ തന്നെയാണ്. രണ്ടാം ലോക്കിനപ്പുറമാണ് മിഷിഗൺ തടാകം. ഇതും ഉല്ലാസയാത്രികരുടെ ബോട്ട് തന്നെയാണ്. ലോക്ക് തുറക്കുന്നതും കാത്തുകിടക്കുകയാണ് അവരും. യാത്രികർക്ക് ആഘോഷത്തിന്റെ ഒരു വീക്കെൻഡ്. ലോക്ക് നിയന്ത്രിക്കുന്ന കേന്ദ്രത്തിൽ നിന്നും ഇടയ്ക്കിടെ ചില അനൗൺസ്മെന്റുകൾ മുഴങ്ങും. ലോക്ക് തുറക്കുന്നതിന് മുന്നോടിയായി ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുടെ മുന്നറിയിപ്പാണത്. ലോക്ക് തുറക്കുന്നതും കാത്ത് ഏറ്റവും മുന്നിൽ തന്നെ ഞങ്ങളുടെ ബോട്ട് സ്ഥാനം പിടിച്ചിരിക്കെ ചിറ സാവധാനം നെടുകെ പിളർന്ന് മാറിത്തുടങ്ങി. ഇപ്പോൾ മിഷിഗൺ തടാകത്തിൽ നിന്നും വെള്ളം ലോക്കിനകത്തേക്ക് കുത്തിയൊഴുകുന്നത് കാണാം. ഈ സമയമാകുമ്പോഴേക്കും ബോട്ടിന്റെ പിറകിൽ നദിയിലെ മറ്റൊരു ലോക്ക് അടഞ്ഞിരിക്കും. ഇനി രണ്ട് ലോക്കുകൾക്കുമിടയിലെ ജലനിരപ്പ് മിഷിഗൺ തടാകത്തിലേതിന് തുല്യമാവും. ഈ സമയത്ത് ബോട്ട് സാവധാനം ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. ലോക്കിനകത്തെ വെള്ളം ഉയർന്ന് മിഷിഗൺ തടാകത്തിലെ ജലനിരപ്പിന് ഒപ്പമെത്തുമ്പോഴേ ബോട്ട് തടാകത്തിലേക്ക് സുഗമമായി ഓടിച്ചു കയറ്റാനാകൂ. തിരിച്ചു വരുമ്പോൾ ഈ പ്രക്രിയകളെല്ലാം ആവർത്തിക്കും. ബോട്ട് രണ്ട് ലോക്കുകൾക്കിടയിൽ കയറിക്കഴിയുമ്പോൾ നദീമുഖത്തുള്ള ലോക്ക് തുറന്ന് ജലനിരപ്പ് ഷിക്കാഗോ നദിയുടേതിന് സമാന്തരമായി താഴ്ത്തും. അപ്പോൾ ബോട്ടും ആ നിരപ്പിലേക്ക് താഴും. തുടർന്ന് അത് നദിയിലേക്ക് ഓടിച്ചു കയറ്റുകയാണ് ചെയ്യുക. ഉയരവ്യത്യാസമുള്ള രണ്ടു ജലാശയങ്ങളിലെ ജലം സംഗമിക്കുന്നിടത്തെല്ലാം ഗതാഗതം എളുപ്പമാക്കാൻ ഇത്തരമൊരു സങ്കേതമാണ് ഉപയോഗിച്ചു വരുന്നത്. ഷിക്കാഗോ നദിയിൽ തുടരെയുണ്ടായിരുന്ന വെള്ളപ്പൊക്കത്തിന് ശമനമായത് 1938 ഈ ലോക്ക് സിസ്റ്റം ഇവിടെ നിലവിൽ വന്നതോടുകൂടിയാണ്. ഇപ്പോൾ മിഷിഗൺ തടാകത്തിലെ ജലനിരപ്പും ഷിക്കാഗോ നദിയിൽ ലോക്കുകൾക്കിടയിലുള്ള ജലത്തിന്റെ നിരപ്പും ഒരേ വിധത്തിലായിക്കഴിഞ്ഞു. ഇനി ബോട്ടിന് യാത്ര തുടരാം. ഭൂമിശാസ്ത്ര ക്ലാസുകളിൽ പഠിച്ചിട്ടുള്ള പ്രകൃതി അത്ഭുതമായ പഞ്ചമഹാ തടാകങ്ങളിൽ ഒന്നിലേക്ക് ബോട്ട് പ്രവേശിച്ചിരിക്കുന്നു. മിഷിഗൺ തടാകം. സുപ്പീരിയർ, മിഷിഗൺ, ഹൂറോൺ, ഈറി, ഒണ്ടാറിയോ എന്നിവയാണ് ചരിത്ര പ്രശസ്തമായ പഞ്ചമഹാ തടാകങ്ങൾ. ലോകത്തെ ശുദ്ധജലത്തിൽ 21% ഈ തടാകങ്ങളിലാണുള്ളത്. ഒരു സമുദ്രത്തിലേക്കാണ് എത്തിപ്പെട്ടിരിക്കുന്നതെന്ന് തോന്നും. 500 കിലോമീറ്റർ നീളവും 190 കിലോമീറ്റർ വീതിയുമുള്ള മഹാതടാകം. സഞ്ചാരത്തിനിടയിൽ ചരിത്രപ്രസിദ്ധമായ ഒരു പ്രകൃതി പ്രതിഭാസത്തിലേക്ക് കൂടി ഞാൻ ഇറങ്ങിയിരിക്കുന്നു. നേവി പിയറാണ് അങ്ങ് അകലെ കാണുന്നത്. ഇന്നുച്ചയ്ക്ക് ആ പിയറിലൂടെ ഞാൻ നടന്നതാണ്. തടാകത്തിലേക്കിറങ്ങി നിൽക്കുന്ന അറ്റത്തെ ആ ഗോപുരത്തിനു ചുവട്ടിൽ നിന്നാണ് ലേക്ക് മിഷിഗണിൽ നീങ്ങുന്ന ബോട്ടുകൾ ഞാൻ അപ്പോൾ കണ്ടത്. 5 ഗ്രേറ്റ് ലേക്സിൽ വലിപ്പത്തിന്റെ കാര്യത്തിൽ 2ാം സ്ഥാനത്താണ് മിഷിഗൺ. അങ്ങകലെ ഒരു ലൈറ്റ് ഹൗസ് കാണാം.
നേവി പിയറിന്റെ അഗ്രഭാഗം ഇപ്പോൾ വ്യക്തമായി കാണാം. അവിടം വരെ നേരത്തെ ഞാൻ വന്നിരുന്നു. ഷിക്കാഗോ ചിൽഡ്രൻസ് മ്യൂസിയം മുതൽ ഷേക്സ്പിയർ തിയേറ്റർ വരെയുണ്ട് ആ പിയറിൽ. 1916 നിർമ്മിതമാകുന്ന കാലത്ത് മിഷിഗൻ തടാകത്തിലൂടെ സർവീസ് നടത്തിയിരുന്ന ബോട്ടുകൾ അടുക്കുന്ന ഒരു പിയർ മാത്രമായിരുന്നു അത്. 1995 മുതലാണ് പിയർ ഷിക്കാഗോയിലെ ഏറ്റവും പ്രശസ്തമായ ഉല്ലാസ കേന്ദ്രങ്ങളിൽ ഒന്നായി മാറിയത്. മിഷിഗൻ തടാകത്തിലേക്കിറങ്ങി തിരിഞ്ഞു നോക്കുമ്പോഴാണ് ഷിക്കാഗോ നഗരത്തിന്റെ പ്രൗഢഗംഭീരമായ സ്കൈലൈനുകളും നേവി പിയറും അതിന്റെ പരിസരങ്ങളുമെല്ലാം പൂർണ്ണതയോടെ കാണാനാവുന്നത്. ആ കാഴ്ചയിൽ മിഷിഗൻ എന്ന മഹാതടാകത്തിലൂടെ ഞാൻ സഞ്ചാരം തുടരുകയാണ്.